അടുത്തത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ട്രിപ്പിൾ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഞാൻ ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റ് ആണ്. റീസെൻറ്റ് ഏറ്റവും ആൾക്കാർ ഇലക്ട്രിക്കലിനെ കുറിച്ച് പറയുന്നത് വൺ ഓഫ് ദ ടഫസ്റ്റ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ്, എനിക്ക് പഠിക്കാൻ പറ്റില്ല, എനിക്ക് തൊടാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് പഠിച്ചാൽ സുഖമായിട്ട്, ഞാനൊക്കെ എക്സാമിൻ്റെ 1-2 ദിവസങ്ങളിലപ്പോൾ തന്നെ പഠിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാലിബർ ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക. എന്നെക്കാളും കാലിബറുകൾ ഒരുപാട് പേരുണ്ട്, എന്നെക്കാളും കുറഞ്ഞ കാലിബറുകളുണ്ട്. അപ്പം നിങ്ങളുടെ കാലിബറാണ് എല്ലാത്തിനും ഇമ്പോർട്ടൻറ്റ്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഏത് ബ്രാഞ്ച് എടുത്താലും ഡെഡിക്കേഷനും ടൈമും എഫേർട്ടും ഇടാൻ തയ്യാറാണെങ്കിൽ സുഖമായിട്ട് പാസ്സാവും. ടഫ്നെസ് അവിടെ മാറ്റർ ചെയ്യുന്നില്ല. നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, കളിക്കേണ്ട സമയത്ത് കളിക്കുക. അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തത്. ഞാൻ ഒരുപാട് എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ GEC തൃശ്ശൂരിൽ നിന്ന് പറ്റിയിട്ടുണ്ട്. എക്സാമിന് ടൈമാകുമ്പോൾ നമ്മളെല്ലാവരും അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് പഠിച്ച് പാസ്സാവുകയും ചെയ്യും. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. അത്യാവശ്യം മാർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ ഗവൺമെൻറ് കോളേജിൻ്റെ കട്ട് ഓഫാണ് ഞാൻ കാണിക്കുന്നത്. സോ കൃത്യമായിട്ട് നോക്കാം. ഓക്കെ, അപ്പം ഗവൺമെൻറ് കോളേജിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നോക്കാം. ആൻഡ് ആസ് യൂഷ്വൽ CET ആണ് കുട്ടികൾ ആദ്യം, പിന്നെ നമ്മുടെ GEC തൃശ്ശൂർ, അതിനുശേഷം കുട്ടികൾ TKM, ശേഷം MA കോളേജിലേക്കോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളും ഈ ട്രെൻഡുകൾ മനസ്സിലാക്കുക. കുട്ടികൾ ചൂസ് ചെയ്ത് വെച്ച് നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഏറ്റവും ടോപ്പേഴ്സൊക്കെ പ്രിഫർ ചെയ്ത കോളേജുകളാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രിഫർ ചെയ്യാൻ ഞാൻ പറയുന്നത്. ട്രിപ്പിൾ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ നിങ്ങൾ എഫേർട്ട് ഇടുകയാണെങ്കിൽ, ഭയങ്കര എഫേർട്ടൊന്നും ഇടാനില്ല. എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചും, ഈവൻ ദോ മെക്കാനിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, EC, ട്രിപ്പിൾ എല്ലാത്തിലും അതിൻ്റെതായ ടഫ്നെസ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത് പഠിക്കേണ്ട, അത് എളുപ്പമായിരിക്കും. ഒരു എളുപ്പമില്ല. +2 പോലെ തലേ ദിവസം വന്നിട്ട് വെറുതെ വന്ന് ചൊരിയാൻ നിൽക്കരുത്. മര്യാദയ്ക്ക് +2 വർക്ക് എടുക്കുന്നവരുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. പക്ഷേ മര്യാദയ്ക്ക് വർക്ക് എടുത്ത് പോവുക, എൻജോയ് ചെയ്ത് പോകാനാണ് നിങ്ങൾക്ക് സുഖമായിട്ട് എഞ്ചിനീയറിംഗ് ക്ലിയർ ചെയ്യാൻ പറ്റും. ലോജിക്കലി കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. മെയിൻ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കറണ്ടിന് വോൾട്ടേജ് ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അതിനെക്കുറിച്ചാണ് കൂടുതൽ നിങ്ങൾ പഠിക്കുന്നത്, വേറെ ലെവലിൽ പഠിക്കും. ഓക്കെ, അടുത്തത് ഗവൺമെൻറ് കൺട്രോൾ. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്ത് ലിങ്ക് വെച്ചിട്ട് കോളേജ് ദോസ്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിലെത്താം. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജ്, അവരുടെ കട്ട് ഓഫ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കോളേജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ റാങ്ക് ഇപ്പോൾ കറണ്ട് വന്നിട്ടില്ല, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ കോളേജ് പ്രിഡിക്ടർ വരെ ഉണ്ട്. അപ്പം നോക്കുക കേട്ടോ, ഇൻട്രസ്റ്റ്. അടുത്തത് ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജാണ്. ഓക്കെ, ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജ് നിങ്ങൾ കൃത്യമായിട്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുക. ആൻഡ് ഐ ഓൾവേസ് സേ, നിങ്ങൾ എന്ത് ചെയ്യുക, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് STT ട്രിവാൻഡ്രം, ഈവൻ ദോ ദിസ് കോളേജ് ഡസ് നോട്ട് പ്രൊവൈഡ് ദ വൈബ് ഓഫ് എ ഗവൺമെൻറ് കോളേജ്, they are still one of the best colleges in terms of ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫൈനാൻസിങ്ങിൽ ഇവർ വളരെ അത്യാവശ്യം മുന്നിട്ട് നിൽക്കുന്ന കോളേജുകളാണ്. എപ്പോഴും ഗവൺമെൻറ് പ്രിഫറൻസ് കൊടുക്കണം ഞാൻ പറയുള്ളൂ. ശേഷം IHRD ടൈപ്പ് കോളേജസ്, ശേഷം പ്രൈവറ്റ്, ഇല്ലെങ്കിൽ ശേഷം പ്രൈവറ്റിലോട്ടും കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. കോളേജും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് മുമ്പോട്ട് പോകണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ടോപ്പ് 25 കോളേജിൻ്റെ ലിസ്റ്റ് വരും. നിങ്ങൾ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം പ്രൈവറ്റ് കോളേജ് ഒരുപാട് ഞാൻ കാണിക്കുന്നുണ്ട്. പ്രൈവറ്റ് കോളേജ് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളൂ. പക്ഷേ ഞാനിതിങ്ങനെ ചെയ്തു തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ ബ്രാഞ്ചിൻ്റെത് പെട്ടെന്ന് നോക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.